ലൈവിൽ അനുമോൾ ഒരു പാത്രം പൊട്ടിച്ചിരിക്കുകയാണ്. അനുമോൾ അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചതൊന്നുമല്ല, കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അബദ്ധത്തിൽ അത് താഴെ വീണ് പൊട്ടിപ്പോയതാണ്. അനുമോളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് താഴെ പോയത്. അനുമോൾ ഒന്നും ശ്രദ്ധിച്ചിരുന്നാൽ പൊട്ടില്ലായിരുന്നു. പക്ഷേ നെവിനും അവിടെ ബാക്കിയുള്ള കുറച്ച് പേര് അത് വിടുന്നില്ല. നെവിനാണ് ഏറ്റവും കൂടുതൽ അനുവിനെ കുറ്റം പറയുന്നത്. ഇവളെന്താണ് ഇങ്ങനെ, ഇവൾ ഇത്ര കെയർലെസ് ആയിട്ട് എന്താണ് നിൽക്കുന്നത്? വേറെ ആരെങ്കിലും ആയിരുന്നു ഇപ്പോൾ ആ പാത്രം പൊട്ടിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്തായി എന്നെ സ്ഥിതി? ഇവൾ അവരെ കുറ്റം പറഞ്ഞ് ഇവിടെ ഒരു വൻ വിഷയമാക്കിയേനെ. ഇതിപ്പോൾ അനുമോൾ തന്നെ പൊട്ടിച്ചുകൊണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുവിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിൻ മാത്രമൊന്നുമല്ല, അവിടെ ഇരിക്കുന്ന കുറച്ചധികം ആൾക്കാർ പറയുന്നുണ്ട് അനു ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, വളരെ ക്ലിയർലെസ് ആയിട്ട് എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അനുവിനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നെവിനാണ് പറയുന്നത്, ഞാനിപ്പോൾ അതിൽ നടന്നു വരുന്ന വഴിക്ക് എൻ്റെ കാല് കുപ്പിച്ചിൽ കൊണ്ട് എൻ്റെ കാല് പൊട്ടി കീറിപ്പോയായിരുന്നെങ്കിലോ അതിൻ്റെ എല്ലാ ഉത്തരവാദി നീ ആയേനെ. എങ്ങാനും ഇനിയാണെങ്കിലും എൻ്റെ കാലെങ്ങാനും മുറിഞ്ഞാൽ അതിന് ഉത്തരവാദി അനുവാണ് എന്ന് പറഞ്ഞ് അനുവിനെതിരെ കുറ്റം പറയുന്നു. പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു, നിൻ്റെ കാലിനി മുറിഞ്ഞു കഴിഞ്ഞാൽ അത് നിൻ്റെ തലയിൽ തന്നെയാണ്, കാരണം നിനക്ക് വേണമെങ്കിൽ നീ ഇതിലെ കൂടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കണം, അല്ലാണ്ട് അതിൻ്റെ കുറ്റം അനുവിൻ്റെ തല വെക്കാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. എന്തായാലും വീണ പ്ലേറ്റ് അവിടെ അനീഷും ഒനിയിലും കൂടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റാം എന്ന് പറഞ്ഞതുപോലെ തന്നെ അനുവിൻ്റെ കയ്യിൽ നിന്ന് അത് വഴുതി താഴെ പോയി. അത് അനുവിൻ്റെ കുറ്റമൊന്നുമല്ല. പക്ഷേ നെവിൻ അത് വിടാതെ അനുവിനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.